പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. കനത്ത സുരക്ഷയിൽ പാലക്കാട് റോഡ് ഷോ. 50,000 പേരെ പങ്കെടുപ്പിച്ച് ശക്തിപ്രകടനം നടത്താൻ BJP. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ. പൗരത്വ നിയമ ഭേദഗതി ബില്ലിൽ ഇന്ന് നിർണായക ദിനം. മുസ്ലിം ലീഗിന്റേതടക്കം 237 ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കും. ചട്ടം വിജ്ഞാപനം ചെയ്തത് നിയമവിരുദ്ധമെന്ന് ഹർജിക്കാർ. ഇടതുമുന്നണിയുടെ പൗരത്വ സംരക്ഷണ റാലി മാർച്ച് 22-ന് കോഴിക്കോട്. പേരാമ്പ്ര കൊലക്കേസ് പ്രതി മുജീബ് റഹ്മാനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയെന്ന സംശയം. കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മൂന്നാറിലെ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. കാട്ടാനയുടെ നീക്കം ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കും. വനം വകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനിയെ ഒഴിവാക്കിയത് ഗൂഢലക്ഷ്യമെന്ന ആക്ഷേപം. കണ്ണൂർ അടയ്ക്കാത്തോടിറങ്ങിയ കടുവയെ പിടികൂടാൻ സാധിക്കാതെ വനം വകുപ്പ്. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ സർക്കാർ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് തിരിച്ചടി. കുടിശ്ശിക തീർക്കാതെ ഇന്ധനം നൽകില്ലെന്ന സ്വകാര്യ പമ്പുടമകൾ. ഏപ്രിൽ 1 മുതൽ പെട്രോൾ നൽകുന്നത് പൂർണ്ണമായും നിർത്തിവെക്കും. സംസ്ഥാനത്ത് വേനൽ ചൂടേറുന്നു. ഏറ്റവും കൂടുതൽ ചൂട് കൊല്ലം, പാലക്കാട് ജില്ലകളിൽ. നാളെ മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ മത്സ്യബന്ധന മേഖല ആശങ്കയിൽ.